ഹായ് ഗായ്സ്, നമ്മൾ ഈസ്റ്റർ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് വയനാട് വൈത്തിരി റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. പാകമൊത്തം നമ്മളൊരു ഹിഡൻ ജെം എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തെ നമുക്ക് പറയാം. കാരണം ഒരുപാട് തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടും വന്നാൽ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇങ്ങനെ കാണാം. ഓക്കെ, ഒരു തേയിലത്തോട്ടത്തിൻ്റെ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നൊരു തേയിലത്തോട്ടിൻ്റെ ഉള്ളിൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് എന്തുള്ളത്, നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത്. ഓക്കെ, ഏകദേശത്തെ സമയം സൺസെറ്റ് ആവാനായി. അപ്പോൾ ഇവിടുന്ന് കാര്യമായിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഇതെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇൻഫിനിറ്റി പൂളാണ്. ഓക്കെ, ഈ ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കറക്റ്റ് ആ ആംബിയൻസ് എന്ന് വെച്ചാൽ ആ തൈലത്തോട്ടത്തിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു കാഴ്ച എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഏതെങ്കിലും പിള്ളേരൊക്കെ ഇവിടുന്ന് ഏകദേശം കളിച്ച് പിന്നെ ഇപ്പോൾ എന്ത് കയറിയിട്ട് അപ്പോൾ ലൈറ്റും സെറ്റപ്പൊക്കെ ഉള്ള ഇൻഫിനിറ്റി പൂളാണ്. അപ്പോൾ എന്ത് ചെയ്യും, രാത്രി ആകുമ്പോഴത്തേന് ഏകദേശം അതൊക്കെ തെളിഞ്ഞു തുടങ്ങും. പിന്നെ നമ്മൾ പിള്ളേരാണെടാ എന്താ പാടേ, കുളിച്ചാ ഗൈസ്? എങ്ങനെയുണ്ട്, എന്താ പരിപാടി? പിന്നെ എന്താ നമുക്ക് വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് കോഴിന്റെ കാലൊക്കെ മുറിച്ചിട്ട് മസാല തേച്ചിട്ട് പൊരിച്ച് തിന്നാൻ ഇപ്പോഴത്തെ പിള്ളേർ കണ്ണടിച്ച് പഴുപ്പിച്ച് പിള്ളേരപ്പം പൂളിൽ കളിച്ചിട്ട് കണ്ണൊക്കെ അടിച്ച് പഴുപ്പിച്ച്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, വേറെ പ്രത്യേകത എന്താ വെച്ചാൽ അറിയോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചക്ക, മാങ്ങ, തേങ്ങ, ബബ്ലൂസ് നാരങ്ങ, അവക്കാഡോ അഥവാ ബട്ടർ, പിന്നെ ചെറുനാരങ്ങ, അങ്ങനെ ഒരുപാട് ഫലഭൂഷ്ടങ്ങൾ എന്തുണ്ട് നമുക്കിവിടെ ലഭ്യമാണ്. കാപ്പിക്കുരു ഉണ്ട് അല്ലേ, കാപ്പിക്കുരു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാർ നിർത്തിടാൻ സൗകര്യം ഉണ്ട് അല്ലേ. ഓക്കെ, ഈ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിച്ച ഒരു മഹാൻ കേട്ടോ. ഞങ്ങൾ വേറെ സ്പോട്ട് പിടിച്ച് പോവാൻ വിചാരിച്ചാണ്, അപ്പോൾ അതിലേക്ക് എത്തിച്ച ആളാണ് ഇവൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ വന്ന വണ്ടി 3 ഫാമിലി, നമ്മൾ 4-5 ഫാമിലീസ് ഉണ്ട്. 3 വണ്ടിയിലായിട്ടാണ് വന്നത് അല്ലേ. എന്താ കുറിച്ച് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, തിരിച്ചു വരാം, നമുക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ, ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇനിതാ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു മെയിൻ ആംബിയൻസ് നമുക്ക് കാണാം. ഓക്കെ, കണ്ടോ, നമുക്ക് 2 ബെഡ്റൂം ഇருக்கு, ബാക്കി പിന്നെ നമുക്ക് കേട്ടോ. കുറച്ചുകൂടെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഭാഗം തേയിലത്തോട്ടാണ്, അതിനുള്ളിലാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, 2 ലൈറ്റ് സെറ്റപ്പൊക്കെ വരും. ലൈറ്റൊക്കെ വെച്ചുള്ളൊരു വീഡിയോ ഒന്നുകൂടെ വരുന്നതാണ്. നമുക്ക് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. മനസ്സമാധാനത്തിൻ്റെ ഒരു പ്രതീകം എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ നമുക്ക് പറയാം. നിങ്ങൾ രണ്ടാമത് മാറി കഴിഞ്ഞാൽ അതിന്റെ മുഖം ഒന്ന് കാണുന്നത് ഒരു ചെറിയ സ്പേസ്. റിസോർട്ട് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം നമ്മൾ ഈ റിസോർട്ടിൽ അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്. പക്ഷേ റിസോർട്ടിന്റെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ വളരെ പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരു ആംബിയൻസ് കിട്ടിയത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ട്രഡീഷണൽ ലുക്കിലാണ് ഒരു മന സെറ്റപ്പ്. ഒരാൾ വരുമ്പോൾ നമുക്ക് ഒരു പഴയ ഒരു തറവാട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഫോർഡബിൾ ആയിട്ട് ഇവിടെ അവരെ മാനേജ് ചെയ്യാനുള്ള ഒരു സജ്ജീകരണങ്ങൾ മാത്രമല്ല ഇതിന്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് എടുക്കാനൊക്കെ സൗകര്യമുള്ള ഒരു പെറ്റുണ്ട്. നീ പുലിയാണ് കേട്ടാ. ഒരാള് കിടക്കുന്നുണ്ട്, ക്ഷീണിച്ച് കിടക്കും. ഒരു കൂടുണ്ട്, ആയിക്കോട്ടെ, ഒരു കൂടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആരൊക്കെ ആകെ വെള്ളംകളിയാക്കി, കുഴപ്പമില്ല. ബാത്റൂം പരിചയപ്പെടുത്ത്. കണ്ടോ, ഇൻഡോർ ആയിട്ടാണ് നമുക്ക് ബാത്റൂം വരുന്നത്. ഇതെന്താ വെച്ചാ നമുക്ക്
ഈ ചിലർക്ക് ഈ ബാത്റൂമിൽ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഇത് നല്ലൊരു ടിപ്പാണ്. ഇത്തരത്തിലൊരു ബാത്റൂം നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സമാധാനമായിട്ട് എവിടെ വെച്ച് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം കിട്ടുന്ന സ്ഥലം ബാത്റൂം ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, സ്ട്രെസ് ഉള്ളവര്, ഡിപ്രഷൻ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ദിവസത്തെ ഇവിടെ സ്പെൻഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണ്. ഓക്കെ, ഇത് കണ്ടോ, ഈ ആംബിയൻസുകൾക്ക് മനസ്സിലായല്ലോ. ഇത് ഇവിടുന്ന് ഒരു സ്ലൈഡിങ് ഡോറാണ്. ഇത് ഡോറ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു റിസോർട്ടിൽ അഥവാ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താം. ഓക്കെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട്? പറയൂ, എന്തിനു പറയൂ. ബ്ലോഗ് കണ്ടില്ല നമ്മള്. എന്താ ഉള്ളത്? ട്രീ ഹൗസ് അപ്പുറത്തുണ്ട്. അതിലൂടെ നമ്മൾ എത്താൻ പോവാണ്. ഓക്കെ, ഇത് കണ്ടോ, തേയിലത്തോട്ടം. ഓക്കെ, ഇതിന്റെ ലെങ്ത് കൂടുതൽ വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ വന്ന സമയത്ത് അഥവാ ഇപ്പൊ കുറച്ച് സമയത്ത് മുമ്പ് വീണ ചക്ക കേട്ടോ. ഇതിന്റെ മേലത്തെ 2-3 കഷ്ണങ്ങൾ ഞങ്ങൾ കഴിച്ചു. ഇപ്പോൾ പിന്നെ നല്ല താഴത്ത് പഴുപ്പ് കയറിയ കാരണം കഴിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ നമുക്ക് അടുത്ത ഒരു ഹൈഡൗട്ട് സ്പേസ് കാണിച്ചു തരാം. അടുത്ത കാണാലോ, നമ്മൾ കണ്ടത് ഹട്ടാണ്. അടുത്തൊരു ട്രീ ഹൗസ്, നമ്മൾ മലയാളത്തിൽ ഏറുമാടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി വെക്കാം. ഓടി വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്യണേ, ഇത് കാണിച്ചു കൊടുക്ക്. ഓക്കെ, അടുത്തൊരു കണ്ടോ, ഇതാണ് ട്രീ ഹൗസ് കേട്ടോ. ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്പെസിഫിക് ക്യാരക്ടറാണ്. ഓക്കെ, നല്ല രീതിക്ക് ഹൈജീൻ ആയിട്ടാണ് ഇവർ എല്ലാ റൂംസും ഈ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യണത്, മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതാ ഇവിടെ ഇതേപോലെ നമുക്കൊരു ബാത്റൂമും അതുപോലെ വാഷ് ബേസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം അതെ ഇപ്പം പറഞ്ഞ പോലെ വന്ന സ്ഥലത്ത് തിരിച്ചെത്തുന്നതാണ് ഇവന്റെ ചെരുപ്പൊക്കെ ഇട്ട് പോര്. കോട്ടെ, അതാ മൂഞ്ചി പോയി, കുഴപ്പമില്ല. ഓക്കെ, പിന്നെയും മൂഞ്ചി പോയി. ഓക്കെ, അപ്പൊ അതാ ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ മറന്നി